വെൽക്കം ടു മൈ നോട്ട് അറ്റ് ഓൾ എസ്തെറ്റിക് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ രാവിലെ എണീറ്റിരുന്ന് ബോധം ഇതുവരെ വന്നിട്ടില്ല, അത് മോൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ. വീട്ടിലെത്തിയ പുറത്തിറങ്ങുന്ന ശീലമേ എനിക്കില്ല. ആകെ നോക്കണത് മാങ്ങ ഉണ്ടോ, മാങ്ങ ഉപ്പിലിടാനായോ എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ രാത്രി അതൊക്കെ എടുത്ത് ഉപ്പിലിടണം. കുറച്ച് നേരം സിറ്റ് ഔട്ടിലിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സാധനം കണ്ടേ, പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് വണ്ടി ഇരുന്നത്. ഇതെല്ലാമായിരുന്നു ഞാൻ ഫുൾ ടൈം യാത്ര. അതൊക്കെ കഴിഞ്ഞു കുറച്ച് മനസ്സഹിക്കാം എന്നുള്ള മനസ്സോടെ അടുക്കളയിലെത്തി. പിന്നെ എൻ്റെ വക കുറച്ച് നോമ്പ് തുറ സ്പെഷ്യൽസ് ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ ഉമ്മയുടെ മൂന്നാമത്തെ കുട്ടി. എന്നെ ഇക്കാനെക്കാട്ടി ഏറ്റവും ഇഷ്ടം ഉമ്മാക്ക് ഈ പൂച്ചനെയാണ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മയുടെ പാത്രങ്ങളുടെ കലവറയിലേക്ക് ഞാനൊന്ന് എത്തി നോക്കി. ഇതൊക്കെ മറ്റേ എല്ലാവരുടെ വീട്ടിലുള്ള സംഭവമല്ലേ, ഗസ്റ്റ് വരുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള അതാണിത്. സാധാരണ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ആരും കഴിക്കാറൊന്നുമില്ല. പിന്നെ എൻ്റെ ഉമ്മക്ക് ഒരു നിർബന്ധം, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം കായ്പോള ഉണ്ടാക്കി. എല്ലാവരും ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സുഖിപ്പിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ അടുത്ത സാധനം കുറച്ച് മോഡേൺ ആയിരുന്നു, ലസാനിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഉപ്പയും അമ്മയ്ക്കാവും ഞാനും മാത്രമുള്ള ദിവസം ഉണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതാരും കഴിച്ചില്ല ആസ് യൂഷ്വൽ. എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ ടേബിൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സ് കഴിച്ചു. രാവിലെ മാവിൽ കണ്ട മാങ്ങല്ലേ, അത് സ്വർക്കിട്ട് കഴിച്ചു. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബായ്.